അടുത്തതായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ സ്വന്തം എബിൻ ചേട്ടായി. അദ്ദേഹം ഇന്നൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഞാനിന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പള്ളിയിലും പരിസരങ്ങളിലുമായി കളിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ന് നിങ്ങളെ കാണുന്ന ആളെ അല്ലായിരുന്നു ഞാൻ. എനിക്കൊരു പഴയകാലം ഉണ്ടായിരുന്നു. ഇവനൊന്നും ഒരു പണിയില്ലേ, നാട്ടുകാരെ പറയിക്കും. എൻ്റെ മോനെ, നീ പേടിക്കേണ്ട. എന്ത് തന്നെ സംഭവിച്ചാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഈ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മോൻ പേടിക്കണ്ട കേട്ടോ, അമ്മ കൂടെയുണ്ട്. ശരിയമ്മേ. ജീവിതത്തിൽ നല്ലൊരു തുടക്കം ലഭിച്ചവനാണ് ഞാൻ. പക്ഷേ ലഹരിയുടെ ഉപയോഗം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. എബിൻ ബ്രോ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? നിനക്കെന്ത് പറ്റി? നീ എന്താ കരയുന്നേ? എടാ, എനിക്ക് നിർത്തണം എന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ ഒന്ന് വീട്ടിൽ കൊണ്ടേ വിടാമോ? പിന്നീട് അങ്ങോട്ട് മാറ്റത്തിൻ്റെ കാലമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് എന്നെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുചെന്നാക്കി. ഇന്ന് ഒത്തിരി ചെറുപ്പക്കാർ ലഹരിയുടെ പുറകെ. ആദ്യം ഒരു കൗതുകത്തിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ പുറകെ പോകും, പക്ഷെ അവസാനം അത് അവരുടെ ജീവിതം നശിപ്പിച്ചിട്ടേ തീരും. ഡോക്ടറെ, ഇവൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കണേ. എപ്പിച്ചിട്ട് പോവാണ്. നമുക്ക് നോക്കാം. തെറ്റാർക്കും സംഭവിക്കാം. അത് തിരുത്താനുള്ള മനസ്സുണ്ടെങ്കിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. ഒപ്പം നിൽക്കാൻ ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകില്ല.
എൻ്റെ അമ്മ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ജീവിതത്തിൻ്റെ പരാജയത്തിന് പടുകുഴിയിലും തിരിച്ചു വരാൻ എനിക്കൊരു വഴിയുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ കരുതലും അമ്മയുടെ കണ്ണുനീരും എന്നെ താങ്ങി നിർത്തുന്നുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ കാതിലുണ്ട്. മോനെ, നീ പേടിക്കണ്ട, അമ്മ കൂടെയുണ്ട്.